ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എ കെ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഉച്ചയൂണ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാനാണ്. അതുമാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് കോവക്ക ഉപ്പേരിയും പിന്നെ മീൻ 2 തരമുള്ള കറിയുമാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരല്ലേ, അപ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള 2 മീൻകറി ഒരേ ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമുള്ള സാധനം ആദ്യം നമ്മൾ കോവക്ക തോരന് വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി അത് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. എന്നിട്ട് തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പേരിക്കുള്ള തേങ്ങ മാറ്റി വെച്ച് ബാക്കി നമ്മൾ തേങ്ങാപ്പാലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻകറിക്ക് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചെറുള്ളി, അത് ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ കൈയിൻ്റെ കൈപ്പുണ്യം കൂടി കിട്ടും. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഉടക്കുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല പച്ചമുളകിൻ്റെ എല്ലാം മണവും എല്ലാം അതിന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വാളംപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് കോവക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ ചട്ടിയിൽ മീൻ കറി റെഡിയാക്കാൻ വേണ്ടി വെച്ചതും മുളകിട്ട് വെച്ചതും കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം മീൻ കറി. അപ്പോഴേക്ക് നമുക്ക് കോവക്ക തോരനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതൊക്കെ മീൻ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഞാൻ മുഴുവനായിട്ട് അവിടെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ അത് കോവക്ക ഇതാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് സവാളയും പച്ചമുളക്, വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലിട്ടിട്ട് കുറച്ച് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ കോവക്കയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉപ്പ് നമ്മൾ പാകം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉപ്പ് പൊടിയിട്ടിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോവക്കയ്ക്ക് ഉപ്പ് പിടിക്കും. സാധാരണ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ കോവക്കയിലൊരു ഉപ്പ് പിടിക്കാത്തത് മാതിരി ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കോവക്ക തോരൻ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ വെള്ളം ഒഴിക്കാതെ വേവിക്കാൻ നോക്കുക. എന്താ പറഞ്ഞാൽ ചെറിയ തീയിൽ വേവിക്കുമ്പോൾ അതിലുള്ള പച്ചക്കറിയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് അത് അത്യാവശ്യം കുക്കായി വരും. നമ്മൾ ഹെൽത്തി ആയിരിക്കണ്ടേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ അതിൻ്റെ കാര്യം നോക്കാം. മീൻ ഇപ്പോൾ ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ മീൻ ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കുക. അപ്പോൾ 3 അയില കിട്ടി. അയില എന്താ പറഞ്ഞാൽ 2 ദിവസം മുന്നേ വാങ്ങിച്ച അയിലയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷേ എന്താ, കറി വെച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. നല്ല ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നല്ല മീനായിരുന്നു. അന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോഴേ നല്ല ഫ്രഷായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തിളച്ച കറിയിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീനിട്ട് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറം വെച്ചിരിക്കുന്ന കോവക്ക നോക്കിയില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ മീൻ മുളകിട്ട കറി ഇതായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് മീൻ മുളകിട്ട കറി തൊട്ട് നോക്കൂല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞില്ലേ, 2 കറി എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന്. ഇതാ ഇപ്പം എൻ്റെ മുളക് കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള കറി ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ എത്ര പേർക്കാണോ നമുക്ക് കറി വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ? സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മുളകും ഉപ്പും പൊടിയും മീൻകറിക്ക് കറക്റ്റായിട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീൻകറി സൂപ്പർ അപാര ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ എന്താ നമ്മൾ ഈ കറിയിലേക്ക് ഇനി നമ്മൾ ബാക്കി ബാലൻസ് വന്ന കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നമ്മളെ തേങ്ങാപ്പാൽ കറി കൂടി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മളെ കോവക്ക തോരൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം പാകമായി. ഇനി ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയമാകുമ്പോൾ എടുത്ത് നോക്കും. അപ്പോഴത്തേക്ക് ശരിക്ക് എല്ലാ വിധത്തിലും നല്ല സൂപ്പറായിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മളിലെ ഈ മീൻകറി ഈ തൃശ്ശൂർ സ്റ്റൈലാണെങ്കിൽ ചെറിയ ഉള്ളി വറുത്തിടും. നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ അങ്ങനെ വറുത്തിടില്ല. അപ്പോൾ ഈ മീൻകറി ഞാൻ മാറ്റി വെച്ചതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ കറി സൂപ്പറായിട്ട് മുളക് കറി അതിൽ ഞാൻ കറിവേപ്പിലയെല്ലാം നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഇതിലേക്ക് മീൻകറിയിലേക്ക് ചുവന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് എണ്ണയിൽ കുറച്ച് മൂപ്പിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനിടയിൽ കിച്ചു വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഈ പണീൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഞാൻ എളുപ്പപ്പണി ചെയ്തു. അതിലൊരു 3-5 ബിസ്ക്കറ്റ് പാർലേജി ബിസ്ക്കറ്റില്ലേ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾക്ക് ഹാപ്പിയായി. അപ്പോൾ നമ്മളെല്ലാം ചെറുതിൽ അങ്ങനെയെല്ലാം ചെയ്തിട്ട് എത്രയോ കുടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ ഞാൻ നന്നായിട്ട് കറിവേപ്പില ഇടും കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകും നന്നായി ചേർത്ത് കൊടുക്കും. പിന്നെ പപ്പടവും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്കുള്ളൊരു വികാരമാണല്ലോ ചോറ്, പപ്പടം, ഇതൊക്കെ മലയാളികളുടെ വികാരമാണല്ലോ. അതാണല്ലോ അസുഖവും കൂടി വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഈ സംഭവങ്ങൾ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുകയും വേണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.